WHO ഫൗണ്ടേഷൻ്റെ പ്രഥമ CEO ആയി നിയമിതനായ ഇന്ത്യൻ വംശജൻ അനിൽ സോണി. ഇപ്പോഴത്തെ കുവൈത്ത് പ്രധാനമന്ത്രി ഷെയ്ഖ് സാബ അൽ ഖാലിദ് അൽ ഹമദ് അൽ സാബ. 2021 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ വേദി ജപ്പാൻ. സഹകരണ മേഖലയിലെ ആദ്യത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലാണ് സപ്ത. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലാണ് സപ്ത നിലവിൽ വന്നത്. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സഹകരണ സംഘമായ ലാഡറിൻ്റെ കീഴിലാണ് ഈ ഹോട്ടൽ. സിഡ്ബിയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായ വ്യക്തിയാണ് എസ് രാമൻ. സിഡ്ബി എന്ന് പറഞ്ഞാൽ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 2020 അന്തരിച്ച ഫൈബർ ഓപ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇന്തോ അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞൻ നരീന്ദർ സിംഗ് കബനി. പ്രകാശത്തെ സംവഹിക്കാൻ കഴിവുള്ള സ്ഫടികത്തിൻ്റെയോ പ്ലാസ്റ്റിക്കിൻ്റെയോ നാരുകളെയാണ് ഒപ്റ്റിക്കൽ ഫൈബറുകൾ എന്ന് പറയുന്നത്. ഒപ്റ്റിക്കൽ ഫൈബറുകളുടെ രൂപകൽപ്പന, ഉപയോഗം ഇതിനെയൊക്കെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഫൈബർ ഒപ്റ്റിക്സ്. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം പുതുതായി രൂപീകരിച്ച പദവിയായ ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആർമിയായി നിയമിതനായ വ്യക്തിയാണ് ലഫ്റ്റനന്റ് ജനറൽ പരംജിത്ത് സിംഗ്. 2020 അന്തരിച്ച കാർഷിക ശാസ്ത്രജ്ഞനാണ് ആർ ഹേലി. ദേശത്തിൻ്റെയും മിത്തുകളുടെയും ആഖ്യാനത്തിലൂടെ മലയാള സാഹിത്യത്തെ വിസ്മയിപ്പിച്ച എഴുത്തുകാരനാണ് അന്തരിച്ച UA ഖാദർ. ജനനം 1935 നവംബർ 16, മരണം 2020 ഡിസംബർ 12. തൃക്കോട്ടൂർ പെരുമ എന്ന കൃതിക്ക് 1983 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. തൃക്കോട്ടൂർ നോവലുകൾക്ക് 2009 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത് US പ്രസിഡന്റ് ജോ ബൈഡൻ, US വൈസ് പ്രസിഡന്റ് കമല ഹാരിസ്. അമേരിക്കൻ ഐക്യനാടുകളുടെ വൈസ് പ്രസിഡന്റിൻ്റെ പദവി വഹിക്കുന്ന ആദ്യ വനിത, ആദ്യ ബ്ലാക്ക് അമേരിക്കൻ, ആദ്യത്തെ ഏഷ്യൻ അമേരിക്കൻ എന്നീ നേട്ടങ്ങളും കൂടി കമല ഹാരിസിനുണ്ട്. 2020 ഐക്യരാഷ്ട്രസഭയുടെ നിക്ഷേപ പ്രോത്സാഹന അവാർഡ് നേടിയ ഇന്ത്യൻ ഏജൻസിയാണ് ഇൻവെസ്റ്റ് ഇന്ത്യ. കോവിഡ് ബാധയെ തുടർന്ന് അന്തരിച്ച ദക്ഷിണ കൊറിയൻ സംവിധായകനാണ് കിം കി ഡൂക്ക്. 2020 അന്തരിച്ച പ്രശസ്ത ബ്രിട്ടീഷ് നടി ബാർബറ വിൻസർ. പ്രമുഖ അന്താരാഷ്ട്ര മാസികയായ ഫിനാൻഷ്യൽ ടൈംസിൻ്റെ 2020 ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള സ്ത്രീകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് മന്ത്രിയായിരുന്ന KK ശൈലജ ടീച്ചർ. കൂടാതെ കമല ഹാരിസ്, ആംഗല മെർക്കൽ, ജസീൻഡ ആർഡൺ, സ്റ്റേസി ആംബ്രോസ് എന്നിവരും ഉൾപ്പെട്ടിട്ടുണ്ട്. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 12,000 റൺസ് തികയ്ക്കുന്ന ബാറ്റ്സ്മാൻ എന്ന റെക്കോർഡ് നേടിയത് വിരാട് കോഹ്ലി. സച്ചിൻ്റെ റെക്കോർഡിനെയാണ് വിരാട് കോഹ്ലി മറികടന്നത്. ലോകത്തിലെ ഏറ്റവും മലിനീകരണമുള്ള നഗരം എന്ന പദവി നേടിയത് പാകിസ്ഥാൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ ലാഹോറാണ്. ഓസ്കാറിലെ വിദേശ ഭാഷ സിനിമയിലേക്ക് ഔദ്യോഗിക എൻട്രിയായി ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യ തിരഞ്ഞെടുത്ത സിനിമയാണ് ജല്ലിക്കെട്ട്. അതിൻ്റെ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. 2020 ഡിസംബർ 1 ഇന്ത്യൻ നാവികസേന വിജയകരമായി പരീക്ഷിച്ച മിസൈലാണ് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ. INS റൺ വിജയ് എന്ന യുദ്ധക്കപ്പലിൽ നിന്നാണ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചത്. ഡ്രോഡോ ആൻഡ് റഷ്യയും കൂടെ സംയുക്തമായിട്ടാണ് ഈ മിസൈൽ വികസിപ്പിച്ചെടുത്തത്. ബ്രഹ്മോസ് എന്ന പേര് വന്നത് ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയും റഷ്യയിലെ മോസ്കോ നദിയുടെ പേരും ചേർത്താണ്. സംസ്ഥാനത്തെ മെഗാ സീ ഫുഡ് പാർക്ക് ആലപ്പുഴ ജില്ലയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ ജൈവവൽകൃത കേന്ദ്രഭരണ പ്രദേശം എന്ന ബഹുമതി നേടിയത് ലക്ഷദ്വീപാണ്. മലയാറ്റൂർ സ്മാരക സമിതിയുടെ
14ാമത് മലയാറ്റൂർ അവാർഡ് നേടിയത് ജോർജ് ഓണക്കൂറിൻ്റെ ഹൃദയരാഗങ്ങൾ എന്ന കൃതിയാണ്. 2020 അന്തരിച്ച ഇറ്റാലിയൻ ഫുട്ബോൾ ഇതിഹാസം പൗലോ റോസി. ലോകത്തിൽ ആദ്യമായി ഒരു മാസ് വാക്സിനേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായി കോവിഡ് വാക്സിൻ സ്വീകരിച്ച വ്യക്തിയാണ് മാർഗരറ്റ് ക്യൂൻ. ഫൈസർ എന്ന കോവിഡ് വാക്സിനാണ് അവർ സ്വീകരിച്ചത്. നേപ്പാൾ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ നടത്തിയ സർവേ പ്രകാരം എവറസ്റ്റ് കൊടുമുടിയുടെ പുനർനിർണയിച്ച ഉയരം 8848.86 മീറ്ററാണ്. അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറിയായി നിയമിതനായ ആദ്യ ആഫ്രോ അമേരിക്കൻ വംശജനാണ് ലോയിഡ് ഓസ്റ്റിൻ. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയാണ് സെൻട്രൽ വിസ്ത പ്രൊജക്റ്റ്. 2020 ഏഷ്യൻ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ആദർ പുനാവാല. 2020 ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞ വാക്കാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ്. ടൈം മാഗസിൻ ആദ്യ കിഡ് ഓഫ് ദി ഇയർ ബഹുമതിക്ക് അർഹയായ ഇന്ത്യൻ വംശജയാണ് ഗീതാഞ്ജലി റാവു. 2020 രവീന്ദ്രനാഥ ടാഗോർ ലിറ്റററി പുരസ്കാരം നേടിയത് ദ സിറ്റി ആൻഡ് ദ സീ. ഈ കൃതി എഴുതിയത് രാജ് കമൽ ജായാണ്. 2021 വേൾഡ് ഇക്കണോമിക് ഫോറത്തിന് വേദിയാകുന്നത് സിംഗപ്പൂരാണ്. കേന്ദ്ര സർക്കാർ പാസാക്കിയ കർഷക നിയമത്തിന്മേലുള്ള പ്രതിഷേധത്തെ തുടർന്ന് പത്മവിഭൂഷൺ ബഹുമതി തിരിച്ചു നൽകിയ പഞ്ചാബ് മുഖ്യമന്ത്രിയാണ് പ്രകാശ് സിംഗ് ബാദൽ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.